കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ എല്ലാവരെയും ഞെട്ടിക്കുകയും എന്നാൽ ഒരേ സമയം ചിന്തിപ്പിക്കുകയും ചെയ്ത ഒരു വാർത്തയായിരുന്നു നടനും സംവിധായകനുമായ അഭിലാഷ് പിള്ള അന്തരിച്ചു എന്നൊരു വാർത്ത ഇന്നലെ പുറത്തു വന്നത്. മാളികപ്പുറം എന്ന ഹിറ്റ് സിനിമയിലൂടെ മലയാളികൾക്ക് വളരെയധികം സുപരിചിതനായ ഒരു താരമാണ് നടനും സംവിധായകനുമായ അഭിലാഷ് പിള്ള. അദ്ദേഹം ഒരു വാഹനാപകടത്തിൽ പരിക്കേറ്റ് അന്തരിച്ചു എന്ന വാർത്തയായിരുന്നു ഇന്നലെ മുഴുവൻ വന്നത്. എന്നാൽ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ താൻ മരിച്ചിട്ടില്ല എന്ന വാർത്തയുമായി അദ്ദേഹം തൻ്റെ ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയയിലുമായി എത്തിയിട്ടുണ്ടായിരുന്നു. ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു നല്ല വാർത്തയായി ഇത് മാറുകയും ചെയ്തു എന്ന് വേണം പറയാൻ. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അത്തരത്തിലൊരു വാർത്തയാണ് ഏറ്റെടുക്കുകയും പങ്കുവെക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഓരോ തവണയും സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിൽ പ്രചരിക്കുന്ന വ്യാജ വാർത്തകളുടെ പ്രതികരണമായി തന്നെ താരങ്ങൾ രംഗത്തെത്താറുണ്ട്. തന്നെപ്പറ്റി ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു വാർത്ത വരുന്നത്. ആദ്യം ഒരു കോള് വന്നപ്പോൾ വെറുതെയാണെന്നാണ് കരുതിയത്. എന്നാൽ പിന്നാലെ തുരുതുര കോളുകൾ വരാൻ തുടങ്ങി. ഇതോടെ എല്ലാവരും വളരെ വിഷമത്തിലാണ് തന്നെ വിളിക്കുന്നതെന്ന് മനസ്സിലായി. എന്നെ വിളിക്കുന്നവരും എനിക്ക് വേണ്ടപ്പെട്ടവരെയുമൊക്കെ ഇന്നലെ എത്ര പ്രാവശ്യം ആളുകൾ വിളിച്ചു എന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. ഇതുണ്ടാക്കി വിടുന്ന ഒരാൾക്ക് വെറുതെ ഇതങ്ങ് ഉണ്ടാക്കിയാൽ മതിയായിരിക്കും. എന്നാൽ ഇതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് അല്ലെങ്കിൽ ആളുകളെ വിഷമിപ്പിക്കുന്നത് അത്രമാത്രമാണ് എന്ന് മനസ്സിലാക്കണം. എന്നെ സ്നേഹിക്കുന്ന കോടി പേരൊന്നും വെളിയിലില്ല. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സ്നേഹിക്കുന്ന ഒന്നോ രണ്ടോ പേർക്ക് തന്നെ ഈ ഒരു വാർത്ത വളരെയധികം വേദനയുണ്ടാക്കും. അത് മറ്റുള്ളവരുടെ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുമെന്ന് പോലും പറയാനാകില്ല. ഇതാണ് അഭിലാഷ് പിള്ളയുടെ പ്രതികരണം. അതുകൊണ്ട് ഇത്തരത്തിൽ വാർത്തകൾ പ്രചരിപ്പിക്കുമ്പോൾ തന്നെ സൂക്ഷിക്കുക. ഇത് എങ്ങനെയാണ് മറ്റുള്ളവരെ ബാധിക്കുകയെന്ന് നമുക്ക് ഊഹിക്കാൻ സാധിക്കില്ല. എനിക്ക് അതൊരു ചിരിയായിട്ടാണ് തോന്നിയത്. എന്നാൽ എന്നെ സ്നേഹിക്കുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടുള്ള വാർത്തയായി മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. ഇന്ന് രാവിലെ മുതൽ പല സുഹൃത്തുക്കളും മീഡിയ പ്രവർത്തകരും വിളിച്ച് ഞാൻ ഓക്കെ ആണോ, എവിടെയുണ്ട് എന്നൊക്കെ തിരക്കിയപ്പോൾ ഇതാണ് കാരണം എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇന്നലെ ഞാൻ വാഹനാപകടത്തിൽ മരിച്ചുവെന്ന് പലർക്കും വാർത്ത കിട്ടി. 3 ദിവസമായി കടുത്ത പനിയും തലകറക്കും കാരണം ഫോൺ ഉപയോഗം കുറവായതുകൊണ്ട് ഞാൻ ഈ വാർത്ത അറിഞ്ഞില്ല എന്നതാണ് ഇതിൻ്റെ യഥാർത്ഥ വശം. ഇതിനാണ് ആളുകൾ വിളിച്ചതെന്ന് എന്നോടും ആരും പറഞ്ഞിരുന്നില്ല എന്നതാണ് സത്യം. ഇന്നുകൂടി എറണാകുളം വോൾകെയർ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ പോയപ്പോൾ എനിക്ക് ജീവനുണ്ടായിരുന്നു. ഈ വാർത്തയൊക്കെ വീട്ടിലിരിക്കുന്ന എൻ്റെ ബൈപ്പാസ് സർജറി കഴിഞ്ഞിരിക്കുന്ന അച്ഛൻ കണ്ടാലുള്ള അവസ്ഥ നിങ്ങൾക്കറിയാമോ? ഈ വാർത്തയുടെയൊക്കെ അണിയറ പ്രവർത്തകരെ അറിയാം. പക്ഷെ പ്രതികരിക്കാൻ സമയമില്ല. എന്നെ സ്നേഹിക്കുന്ന എന്നെ അറിയുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ഈ പോസ്റ്റ് ഇടുന്നത്. ഈശ്വരാനുഗ്രഹം കൊണ്ട് എനിക്കൊരു കുഴപ്പവുമില്ല. എന്നെ വിളിച്ച കാര്യങ്ങൾ തിരക്കിയ എല്ലാവരോടും നന്ദി. അഭിലാഷ് സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ച വാക്കാണിത്. വളരെയധികം കൃത്യതയോടെ തന്നെ പറയേണ്ടവരെയൊക്കെ തന്നെ പറയുകയും എന്നാൽ അധികം ആരെയും നോവിക്കാതെയും വിഷമിപ്പിക്കാതെയും പറയാൻ വന്ന കാര്യം വേഗം പറഞ്ഞു പോവുകയും ചെയ്യുകയായിരുന്നു അഭിലാഷിൻ്റെ പോസ്റ്റിലൂടെ എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.